ഹായ് ഓൾ, ഇന്ന് നമുക്ക് ഓട്സ് വെച്ച് ഒരു അടിപൊളി അൽസ ഉണ്ടാക്കി നോക്കാം. ഓട്സ് അലീസയാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. നല്ല ടേസ്റ്റാണ്, വെറുതെ പറയുന്നതല്ല. മസ്റ്റായിട്ട് ഒരു പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഞാൻ നല്ല ചെറിയ കുഞ്ഞു പീസായിട്ട് ചിക്കൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ്, തക്കാളി, ബീൻസ്, ഉള്ളി, ഇതൊക്കെയാണ് എടുത്തിട്ടില്ലേ. അവിടെ ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അതൊന്ന് മെൽട്ടായി വന്നതിന് ശേഷം സെയിം പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ സാധാ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് നമ്മൾ എന്താക്കണം, ആദ്യം തന്നെ നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കണം. ഉള്ളി നല്ല പോലെ തന്നെ വഴണ്ട് വരണം. അപ്പോൾ ഞാനിവിടെ 2 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു 2 ഉള്ളി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ രാത്രിക്കേക്ക് ഡിന്നറാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് തോന്നുകയും ചെയ്യില്ല ഇത് ഓട്സിനൊക്കെ ഉണ്ടാക്കുന്നതെന്ന്. അത്രയും ടേസ്റ്റാണ്. അപ്പോൾ നല്ലപോലെ തന്നെ ഇത് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അത് വഴറ്റി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള 1.5 പീസ് തക്കാളിയും ഇട്ട് കൊടുക്കുക. അതും നല്ലപോലെ തന്നെ വഴറ്റിയെടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് വേണ്ടത് പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ കുറച്ച് പച്ചമുളകും കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ പേസ്റ്റാക്കിയതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ കുക്കായി വരുന്ന ടൈമിൽ പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ എന്താക്കണം, കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഈ ഒരു അലീസൊക്കെ ശരിക്കും ഉള്ള ഫ്ലേവർ വരണമെങ്കിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ആക്കേണ്ട സാധനം എന്താ വെച്ചാൽ മല്ലിയിലയാണ്. മല്ലിയില നല്ലോണം എത്രത്തോളം ഇടുന്നുണ്ടോ അത്രയും നല്ല ടേസ്റ്റാണ്. ഞാനൊരു പിടിയോളം ഇട്ടിട്ടുണ്ട്. ലാസ്റ്റാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാൻ ആ ഒരു ഫ്ലേവർ കൂടുതൽ കിട്ടുന്നത് മല്ലിയിലയാന്ന് പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ബീൻസും ഞാനൊരു 4 ബീൻസാണ് നല്ല തിന്നായിട്ട് കട്ടാക്കി കൊടുത്തിന്. പിന്നെ അതേപോലെ തന്നെ ചോപ്പ് ചെയ്തിട്ട് ഒരു പീസ് ക്യാരറ്റും, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ക്യാരറ്റ് അല്ലെങ്കിൽ വലിയൊരു ക്യാരറ്റിൻ്റെ ഒരു പീസ് അതും കൂടി ഇട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്നെ ഹെൽപ്പാക്കുന്നത് ഇവളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താക്കി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുരുമുളക് പൊടി ആവശ്യമില്ല, നല്ലോണം പച്ചമുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നല്ലൊരു സ്പൈസി ആയിരിക്കണം, എന്നാലായിരിക്കും കൂടുതൽ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ കുറച്ച് മുളക് പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്താണ്. ഒരു പിഞ്ച് മുളക് പൊടി ഇട്ട് നല്ല പോലെ വഴറ്റിയെടുക്കാം. നല്ലൊരു മസാല ആക്കിയെടുക്കാം. ഇനി നമ്മളിവിടെ കട്ട് ചെയ്തിട്ടില്ല, ചെറിയ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടില്ല ചിക്കൻ ഇട്ട് കൊടുക്കുക. അങ്ങനെ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഇനി ഒന്നും കൂടെ വൃത്തിക്ക് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെത്തേക്ക് വേണ്ടത് നമ്മുടെ ചിക്കൻ സ്റ്റോക്കാണ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ 2 ഇതുപോലത്തെ ചിക്കൻ സ്റ്റോക്കിൻ്റെ 2 ക്യൂബ് ഇട്ടിട്ടുണ്ട്. ശരിക്കും ഈ ഒരു ചിക്കൻ സ്റ്റോക്കിൻ്റെ നല്ലൊരു ഫ്ലേവറും കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഉപ്പിടുന്ന ടൈമിൽ ഒന്ന് ശ്രദ്ധിക്കണം, ചിക്കൻ സ്റ്റോക്കിന് ഓൾറെഡി ഉപ്പുണ്ടല്ലോ. അപ്പോൾ ഇനി ഞാനെടുത്ത പാത്രം കുറച്ച് ചെറുതായിപ്പോയി, അതുകൊണ്ട് ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാമെന്ന്. ഇനി നമുക്ക് നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഏത് ഓട്സും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് സൺഡ്രോപ്സ് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്രാൻഡിൻ്റെ ഓട്സാണ്. അങ്ങനെ ഈ ഓട്സ് ഇട്ട് കൊടുക്കുക. നല്ല എന്താ പറയുക, നല്ല ടേസ്റ്റാണെന്ന് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും കഴിയും. നല്ലോണം ഫില്ലാവും കഴിച്ച് കഴിഞ്ഞാൽ വയറ്. അപ്പോൾ അങ്ങനെ നമ്മൾ നല്ല പോലെ തന്നെ ഈ ഒരു മസാലയായിട്ട് വെള്ളമൊന്നും ഇപ്പോൾ ഒഴിക്കരുത്. ഈ ഓട്സ് നല്ല പോലെ മിക്സാക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. അത്യാവശ്യം വെള്ളം വേണം. പിന്നെ ഓട്സ് ആയതുകൊണ്ട് തന്നെ അടിക്ക് പറ്റാണ്ട് നോക്കണം. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം. കുറേ വെള്ളം ഒഴിക്കേണ്ടി വരും. ഈ ഒരു സൈസ് ഇത്രയും വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഓട്സ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ കുറുകി വരികയും ചെയ്യുമല്ലോ. അപ്പോൾ എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ പച്ചമുളക് എന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണും കൂടെ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല സ്പൈസി ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി നമ്മൾ ഒരു പിടി അളവിൽ നമ്മൾ മല്ലിയില ചേർത്ത് കൊടുക്കാമെന്ന്.
നല്ല ഫ്ലേവർ വരണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മല്ലിയില തന്നെ ചേർത്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഫ്ലേവർ കിട്ടുള്ളൂ. മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് മല്ലിയിലയാണ്. അപ്പോൾ നല്ലപോലെ മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ചൂടോടുകൂടിയിട്ട് തന്നെ ഇത് കഴിക്കണം. എന്നാലേ ആ ഒരു ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ. തണിഞ്ഞാൽ അത്ര ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നല്ല പോലെ തന്നെ മിക്സാക്കി നമ്മളെ ഓട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോയിൽ കാണാം.